ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ 12 രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നു എന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചത്തിലായിരുന്നു മേടൻ രാശിയിൽ പ്രവേശിച്ചത്. സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം. മേടം 10 ആണ്, 10-ാം ഉദയം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം 31-ാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മേടമാസം 31-ാം തീയതി അർദ്ധരാത്രി, അതായത് 1200 ഇടവമാസം 1-ാം തീയതി, നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2025 മെയ് മാസം 15-ാം തീയതി കാലത്ത് പുലർച്ചെ 12:15 ഇടവരവി സംക്രമം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് ഇടവ മാസത്തിലാണ്, ഇടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത്. ഇടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ്, അത് ശുക്രക്ഷേത്രമാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ. മന്ദനാരാണ്? ശനിയാണ്. തൻ്റെ സ്വന്തം പുത്രനാണ് ശനി. പിന്നീടോ ശുക്രൻ. ഈ 2 ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ. അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന് ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യുത് കുശലശ്ച ഗേയവാദ്യേ. വസ്ത്രസുഗന്ധ പണ്യജീവി, ഇയാൾ പണ്യജീവി, വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും, ജീവിക്കും. വസ്ത്രസുഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ, അത് സ്പ്രേയൊക്കെ ആകാം. പിന്നീട് വസ്ത്രം, കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യന്. സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ, കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ, അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ. ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റ് കാശുണ്ടാക്കും എന്നൊരു ഫലം, ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വനിതാദ്യുത്, സ്ത്രീകളുമായി ദ്വേഷിക്കും, തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇടവമാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം, ശത്രുത വരും. കുശലശ്ച ഗേയവാദ്യേ, അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും. ഗേയം മീൻസ് ഗാതും യോഗ്യം ഗേയം, അല്ലേ? പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക. എന്താണ് പേയം? പാതും യോഗ്യം പേയം, കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത്. പാനീയം. ഇവിടെ ഗാതും യോഗ്യം, സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത്. സംഗീതപ്രേമികൾക്ക്, പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഇടവ മാസം. പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി. സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി, സംഗീതത്തെപ്പറ്റി, ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട്. പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ഢക്കയിൽ നിന്നും വന്ന 14 മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ്. നൃത്താവസാനേ നടരാജരാജഹ നനാദ ഢക്കാം നവപഞ്ചവാരം. 14 തവണ ഢക്ക അദ്ദേഹം ഉടുക്ക് കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ. അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയായി പാണിനി മഹർഷി രചിച്ചത്. അവിടെ മോട്ടിവേഷൻ, പ്രേരണ, സ്വപ്ന ദർശനമാണ് ശിവനെ. ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത്.
14 സൂത്രങ്ങൾ അയുൺ റിലിക് യയോങ് അയ്യൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണനം ജബന്ത് ഘടദഷ് ജപഘടദഷ് കഭച്ഛടധ ഛടതവ് കബയി ഷഷസർ ഹല് ഇതാകുന്നു മാഹേശ്വര സൂത്രം. അതിനാൽ സംഗീതപ്രേമികൾക്ക്, സംഗീതം അഭ്യസിക്കുന്നവർക്ക്, വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇടവമാസത്തിലെ 30 ദിനങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക. വിദ്യക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര. ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ. ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനം മാസം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ചാരവശാലുള്ള സൂര്യൻ്റെ ഇടവരാശിയിലേക്കുള്ള പ്രയാണവും അതെപ്രകാരം ധനുരാശിക്കാരെ ബാധിക്കുന്നുവെന്ന വിഷയവുമാണ്. ധനുരാശി എന്നാൽ നിങ്ങൾക്കറിയാം, മൂലം പുരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് വ്യാഴം എവിടെ നിൽക്കുന്നു? 6ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനുരാശിക്കാർക്ക് വ്യാഴം ഏത് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ്? 9ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. ധനുരാശിക്കാർക്ക് മാത്രം ഒരു ഫലം പറഞ്ഞിട്ടുണ്ട്. പിതൃധനി, തൻ്റെ പിതാവിൻ്റെ ധനം ലഭിക്കും. ഇവിടെ 9ാം ഭാവാധിപനായ സൂര്യൻ 6ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു. എന്താണ് 9ാം ഭാവം? ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാദമി. തൻ്റെ ഗുരുജനങ്ങളാണ്, തൻ്റെ പിതാവാണ്, തൻ്റെ ഭാഗ്യമാണ്, തൻ്റെ ധർമ്മമാണ്, തൻ്റെ പുണ്യമാണ്, തപസ്സാണ്. 6ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ബലവാൻ ശത്രുജിതസ്യ ശത്രുയാതെ, താൻ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശത്രു സംഹാരത്തിന് ഈ ഒരു മാസം വളരെ നല്ലതാണ്. അതിനെ ഏറ്റവും അധികം ധനുരാശിക്കാരെ സപ്പോർട്ട് ചെയ്യും. 15ാം തീയതി വ്യാഴം ഇതാ 7ാം ഭാവത്തിലേക്ക് വരികയാണ്. ധനുരാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷം വ്യാഴം 6ാം ഭാവത്തിലായിരുന്നു. വീട് നിർമ്മാണം, വീട് പണി, ഭൂമി വിൽക്കുക, വാങ്ങുക, ഇതൊക്കെ ശ്രമിച്ചാലും നടക്കാത്ത ധനുരാശിക്കാർക്കിതാ 7ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും, വീടുണ്ടാകും, ഭൂമി വാങ്ങും, ഭൂമിക്ക് കുറ്റിയടിക്കും. ഇതിനൊക്കെ ഇതാ വളരെ അനുകൂലമായ സമയം സംജാതമാവുകയാണ്. ശ്രദ്ധിക്കണം, ഇടവമാസം വീടിന് കുറ്റി അടിക്കുവാനും ഗൃഹനിർമ്മാണ പ്രവർത്തനത്തിനും കട്ടിലവയ്പ്പിനും വീട്ടിൽ കൂടാനും നല്ലതാണ്. അതിനാൽ മുടങ്ങിക്കിടക്കുന്ന വർക്കുകളൊക്കെ നിങ്ങൾ തുടങ്ങുക. മിഥുനമാസത്തിൽ നാം കുറ്റിയടിക്കാറില്ല, കർക്കിടക മാസത്തിലും നാം ഒന്നും ചെയ്യാറില്ല. പിന്നീട് ചിങ്ങമാസമാണ്. അതിനാൽ ഈ ഒരു 30 ദിവസം ഇടവമാസത്തിൽ എല്ലാ കർമ്മങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ധനുരാശിക്കാർ ചെയ്യണം. എന്നിട്ട് കാത്തിരിക്കണം. മഴ വന്ന് ആ കുറ്റിയിട്ട തറയൊക്കെ, കെട്ടിയ തറയൊക്കെ മഴ വന്ന് എല്ലാം ലവലാവട്ടെ. ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് കട്ടിൽ വെക്കാം. അങ്ങനെ തയ്യാറാകണം. അല്ലെങ്കിൽ ചിങ്ങമാസത്തിൽ മാത്രമേ, ആഗസ്റ്റ് 17ാം തീയതി മുതൽ മാത്രമേ നമുക്ക് വീണ്ടും ഗൃഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കുറ്റിയടി തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നറിയുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 4 മാസങ്ങളിൽ നാം ഗൃഹപ്രവർത്തനങ്ങൾ നടത്താറില്ല. ഏതൊക്കെ മാസങ്ങളാണ്? മീനമാസം, മിഥുനമാസം, കന്നിമാസം, ധനുമാസം. ഈ മാസങ്ങളിൽ വാസ്തുപുരുഷൻ ഉറങ്ങുന്ന മാസമാണെന്നറിയുക. അതിനാൽ നിങ്ങളുടെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഇടവമാസത്തിൽ ചെയ്യണം. ഇടവത്തിന് തടവില്ല എന്നാണ് പറയുക. ഇടവം എന്ത് ദോഷമുണ്ടെങ്കിലും പരിഹരിക്കപ്പെടുന്ന രാശിയാണ്. എത്ര ഗുണമുണ്ടെങ്കിലും സഗുണോപി ഘടസ്ഥ്യജേത്, എത്ര ഗുണമുണ്ടെങ്കിലും കുംഭൻ രാശിയെ നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. ഒരു ഭൂമിയെപ്പറ്റി ഞാനിന്ന് കാലത്ത് ഒരു വ്യക്തി, അദ്ദേഹത്തിനെ അമേരിക്കയിൽ നിന്ന് വിളിച്ചതാണ്. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള വീട്, മറ്റൊരു വീട് വേണം. ഈ വീട് അയാൾക്ക് സൗകര്യമാണ്. അപ്പോൾ ഞാനിന്ന് രാശി വെച്ച സമയത്ത് അദ്ദേഹം താമസിക്കുന്ന വീട് കുംഭൻ രാശിയാണ് വന്നത്. ഞാനതിനെ ഈ രീതിയിൽ അദ്ദേഹത്തിന് സമാധാനം കൊടുത്തു. നോക്കൂ, അടുത്ത വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾക്ക് വലിയ വീട് വരും. ആ സമയത്ത് ഈ വീട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇത് വിറ്റ് ആ കാശും കൂടി കൊടുത്തിട്ട് വലിയ വീട് വാങ്ങും.
അല്ലെങ്കിൽ ഈ വീട് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കൂ, നിങ്ങൾ താമസിക്കേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വലിയ അപ്രീസിയേഷൻ കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ മാറുക, മാറിയിട്ട് ഇത് വാടകയ്ക്ക് കൊടുക്കൂ, അപ്പോൾ ദുരിതം മാറിയില്ലേ. ഒരു വീട് താമസിക്കാൻ കുംഭൻ രാശി വരുമ്പോൾ യോഗ്യമല്ല, അത് നിങ്ങൾ അറിയുക. ഇടവൻ രാശി അങ്ങേയറ്റം ഗുണമാണ്. അങ്ങനെയുള്ളൊരു മാസത്താണ് ധനുരാശിക്കാർക്ക് സൂര്യൻ 6ാം ഭാവത്തിൽ വന്ന് നിൽക്കുന്നത്. ശത്രുക്കളെ നശിപ്പിക്കുന്ന സൂര്യനാണ്. ബലവാൻ ശത്രു ജിതശ്ച ശത്രുയാതെ, താൻ കരുത്തനാകും, ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ നല്ലതാണ് ഈ സൂര്യൻ. ശാരീരികമായി ഡിസ്ക്, നടുവേദനകൾ, അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ആ ഭാഗങ്ങളിൽ രോഗവും വ്രണങ്ങളും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലവും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. രിപുധ്വംസകൃത് ഭാസ്കരോ യശ്യഷ്ഠേ തനോദിവ്യേയം രാജതോ മിത്രുതവ. രിപുധ്വംസകൃത്, തൻ്റെ ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തും, നശിപ്പിക്കും 6ൽ സൂര്യൻ വരുമ്പോൾ. തനോദിവ്യേയം രാജതോ മിത്രുതവ, സുഹൃത്തുക്കൾ കാരണം തന്നെ ധനം ധാരാളം ചെലവഴിക്കപ്പെടും. രാജാവും തന്നെ ധനം കൊണ്ടുപോകും. അതിനാൽ ധാരാളം ധനം വരുമ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ടാക്സുകൾ, GST, സെൽ ടാക്സ്, ഇൻകം ടാക്സ് തുടങ്ങിയ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. സൂര്യൻ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. 6ാം ഭാവം ധനുരാശിക്കാർക്ക് ശത്രുസ്ഥാനമാണ്. അവിടെ സൂര്യൻ നിൽക്കുമ്പോൾ മാർത്താണ്ഡേ അനിഷ്ട സംസ്ഥേ നൃപശിവ പിതൃകോപ, നൃപൻ്റെ കോപമുണ്ടാകും, രാജകോപം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്രകാരമായ പ്രയാസങ്ങളാണ് ഉണ്ടാവുക. ടാക്സ് വെട്ടിപ്പ് മുതലായ കാര്യങ്ങൾ. അല്ലെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കുമ്പോൾ, സംഘർഷമുണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോകേണ്ടി വരിക, അതൊരു ദോഷമാണ്. അതിനാൽ അത് ശ്രദ്ധിക്കണം. തന്നെ പൗരുഷം അശക്തരോട് കാണിക്കാൻ പാടില്ല, താൻ നിയന്ത്രിക്കണം ധനുരാശിക്കാർ. പിന്നെയോ ശിവകോപം, 6ൽ സൂര്യൻ വരുമ്പോൾ ശിവൻ്റെ കോപം ഉണ്ടാകും. അതിനാൽ ശിവക്ഷേത്രത്തിൽ പോകണം, ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കണം, ശിവന് കൂളമാല ജലധാര വഴിപാടുകൾ ചെയ്യണം, മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുക, മൃത്യുഞ്ജയ മന്ത്രം ചെയ്യണം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരകമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃതാത്. ഈ അതിശക്തമായ മന്ത്രം ജപിക്കണം. പിന്നീട് കോപമുണ്ടാകുന്ന എന്താണ്? പിതൃകോപമാണ്. 6ൽ ചന്ദ്രൻ വരുമ്പോൾ അമ്മയെ ശുശ്രൂഷിക്കേണ്ട യോഗമില്ല. 6ൽ സൂര്യൻ വരുമ്പോൾ അച്ഛനെ ശുശ്രൂഷിക്കുവാൻ യോഗമില്ലാത്ത അവസ്ഥ വരും. അച്ഛന് രോഗങ്ങൾ വരും, അച്ഛൻ ശത്രുവാകും. അച്ഛൻ ശത്രുവായാൽ പൂർവികമായ സ്വത്ത് തരാൻ ബുദ്ധിമുട്ട് വരും. പിതൃധനി, അച്ഛനെ ധനം കിട്ടുന്ന മക്കളാണ് ധനുരാശിക്കാർ. അതിനാൽ അച്ഛൻ്റെ അപ്രിയം വാങ്ങരുത് ധനുരാശിക്കാർ. ധനുരാശിക്കാർക്ക് ഈ മാസം പിതാവിന് രോഗാദി അരിഷ്ടതകൾ വരും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടായി ചെയ്യണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് നന്മകളാവട്ടെ. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. അത് പിതാവിന് വളരെ ഗുണകരമായി തീരും. അച്ഛന് വേണ്ടി മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം. ധനുരാശിക്കാർ അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ നോക്കുക. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ. ഈ മന്ത്രം എപ്പോഴും ശ്രദ്ധിക്കുക. കുലേമ ആതുരാപ ചതുഷ്പാദയോവ, അമ്മയുടെ കുലത്തിൽ വെച്ച് വാഹനം കൊണ്ട് അപകടമുണ്ടാകുമെന്നാണ്, നാൽക്കാലികളുടെ കുത്തുകൊള്ളുമെന്നാണ്. ഇന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് നാൽക്കാലികൾ എവിടെ. പക്ഷെ നാൽക്കാലികൾ പ്രകോപിതരായാൽ പെട്ടെന്ന് അവയുടെ അക്രമത്തിന് ഹേതുവാകും. ശ്രദ്ധിക്കണം നാൽക്കാലികളോട് കളിക്കുമ്പോൾ. ഇന്ന് നാൽക്കാലികൾ എന്നാൽ 4 കാലുള്ള വാഹനങ്ങളാണ്. അതിനാൽ യാത്രയിൽ വാഹനാപകടങ്ങൾ വരാം. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത, വഴിയിൽ ശത്രുക്കളുടെ അപകടമുണ്ടാകും. ശത്രുക്കളെ കൊണ്ട് തനിക്ക് വഴിയിൽ വെച്ച് അപകടമുണ്ടാകും. അതിനാൽ യാതൊരു തരത്തിലുള്ള പ്രകോപനത്തിന് ഇടപെടാൻ പാടില്ല. നേരത്തെ വീട്ടിലെത്തുക, സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തുക. ഗോജാശി കർക്കിമിഥുന സമൃഗ നിശാഖ്യ, ഗോ ഇടവം, അജമാട്, അശി ധനു. ധനു നിശാരാശിയാണ്. വഴിയിൽ വെച്ചിട്ട് കാട്ടാളരാൽ ആക്രമിക്കപ്പെടും. തല്ലിപ്പൊളി ആളുകളാൽ തനിക്ക് അക്രമം നേരിടേണ്ടി വരും. രാത്രിയിലായിരിക്കും അസമയത്തുള്ള യാത്ര, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക്, പരസ്പരം വണ്ടി തട്ടി, വാഹനം തട്ടി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട് കാണും, കോഴിക്കോട് ഒരു ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്ന സമയത്ത് ചെറിയ വാഹനവുമായി തട്ടി. അതിൽ വലിയൊരു ബോക്സിംഗ് ആളായിരുന്നു കോഴിക്കോട്ടുകാരൻ. ഇദ്ദേഹത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചു. ശരീരമാസകലം മുറിവാണ്. അതിക്രൂരമായി മർദ്ദിച്ചു. അതാണ്
രാത്രിയിൽ വാഹനാപകടമുണ്ടാകും, നിശാചരാൽ ആക്രമിക്കപ്പെടും. മനുഷ്യൻ്റെ അവസ്ഥ നമുക്കറിയില്ല. ഏത് തരത്തിലുള്ള ആളുകളുമായാണ് നാം ബന്ധപ്പെടുന്നത് നമുക്കറിയില്ല. മനുഷ്യൻ എപ്പോഴാണ് പ്രകോപിതനാവുക എന്ന് നാം അറിയില്ല. അതിനാൽ ധനുരാശിക്കാരും വിട്ടുകൊടുക്കില്ല. ന ബലാൽ സമേതിജ വശം സാമ ഏകസാധ്യ അശ്വജ. സ്നേഹത്തിലൂടെ മാത്രം പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് ധനുരാശിക്കാർ. അല്ലെങ്കിൽ ഇവർ പ്രകോപിതരാകും. പക്ഷേ പലപ്പോഴും പ്രകോപനം നമ്മുടെ വീട്ടിലാകാം. പബ്ലിക്കായിട്ടാകുമ്പോൾ നമ്മുടെ എതിർപക്ഷത്തിലുള്ള ആളുകളും എപ്രകാരമുള്ളവരാണെന്ന് നമുക്കറിയില്ല. വളരെ നിയന്ത്രിക്കണം. അന്യരുമായി ഇടപഴകുമ്പോൾ കരുതിയിരിക്കുക. പരിഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ ഗുണമാണ്. തങ്ങളുടെ ശക്തി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. രാഷ്ട്രീയക്കാർക്ക്, മറ്റുള്ളവർക്ക് തങ്ങളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ നിലനിർത്താം അതിശക്തമായി. അത്ര ശക്തമായാണ് 6-ൽ സൂര്യൻ നിൽക്കുന്നത്. അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഞാൻ പറഞ്ഞു. ഡിസ്ക്, നടുവേദനകളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.